സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഡോക്ടറാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് എൻജിനീയറാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് വക്കീലാണ്. ഏതാണ് സിനിമ എന്നല്ലേ? ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, എ പ്രിവ്യൂ. പറഞ്ഞതുപോലെ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ നീരജ്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഡോക്ടർ സൂരജ് എന്നിവർ ചേർന്നാണ് ഡൊമിനിക് എന്ന കഥാപാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അത് സംവിധാനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന GVM എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ഗൗതം വാസുദേവ് മേനോൻ എന്ന സക്സസ്ഫുൾ തമിഴ് ഡയറക്ടറാണ്. പക്ഷേ മലയാളിയാണ്. അച്ഛൻ മലയാളി, അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെയും തമിഴ് ഹിറ്റ് സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള സിനിമ. അഭിനയിക്കുന്നത് വക്കീൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മമ്മൂട്ടി. പ്രൊഡ്യൂസറും മമ്മൂട്ടി കമ്പനി തന്നെ. റിലീസിന് മുന്നേ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രിവ്യൂ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സോ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ എക്സ്പെക്റ്റേഷൻസ്, അണിയറ വിശേഷങ്ങൾ, അണിയറക്കാരുടെ കഥകൾ തുടങ്ങിയ സിനിമയിലേക്ക് എത്തിച്ചേർന്ന ചില കാര്യങ്ങൾ തുടങ്ങിയ രസകരമായ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമയാണ്. ഇതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ്. അതുകൊണ്ട് തന്നെ അല്പസ്വല്പം ചിരിക്കാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ജോണർ മമ്മൂട്ടി കമ്പനി ഇതുവരെ കോമഡി ജോണർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വീറ്റ് ആൻഡ് ലവബിൾ ലിറ്റിൽ മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയുടെ നാൾവഴികളിലേക്ക് നോക്കുമ്പോൾ ഡോക്ടർ നീരജ് വളരെ മുന്നേ സൃഷ്ടിച്ചൊരു കഥാപാത്രമാണ്. 2005 മറ്റോ സൃഷ്ടിച്ചൊരു കഥാപാത്രമാണ് ഡൊമിനിക്. അത് ഡോക്ടർ നീരജിനെ മഞ്ജു വാര്യർ ത്രൂ ആണ് നമ്മുടെ GVM ഗൗതം വാസുദേവ് മേനോൻ പരിചയപ്പെടുന്നത്. മഞ്ജു വാര്യർ പരിചയപ്പെടുത്താനുള്ള കാരണം നീരജിൻ്റെ കഥയിൽ മഞ്ജു വാര്യർ കഥാപാത്രമാക്കിക്കൊണ്ട് ഗൗതം വാസുദേവ് മേനോൻ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. പക്ഷേ അത് നടന്നില്ല. മറ്റെന്തെങ്കിലും കഥകളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ നീരജ് ഈ ഡൊമിനിക്കിൻ്റെ കഥ ഗൗതം വാസുദേവ് മേനോൻ്റെ അടുത്ത് വർഷങ്ങൾ മുന്നേ പറയുന്നത്. അത് നാളുകളും വർഷങ്ങളും കഴിഞ്ഞു. ധ്രുവനക്ഷത്രം എന്നൊരു സിനിമ റിലീസ് ചെയ്യാനാവാതെ 6-7 വർഷമായി ഗൗതം വാസുദേവ് മേനോൻ നല്ല മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലൂടെ, ഒരു ടഫ് പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ബസൂക്കയിൽ അഭിനയിച്ചു. നമുക്കറിയാം ഗൗതം വാസുദേവ് മേനോൻ ഒരു സംവിധായകൻ എന്നതിലുപരി എഴുത്തുകാരനും നടനും പ്രൊഡ്യൂസറും ഒക്കെയാണ്. അപ്പോൾ ബസൂക്കയിലേക്ക് അഭിനയിച്ചു. ഇപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസൂക്ക കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ ബസൂക്കയിൽ അഭിനയിച്ചപ്പോൾ ട്രെയിലറൊക്കെ GVM കാണാനുണ്ട്. ഈ കഥ വീണ്ടും പറയുകയാണ്. ഈ കഥ പറഞ്ഞ സന്ദർഭവും രസകരമാണ്. ബസൂക്കയുടെ ഷൂട്ട് മൊത്തം കഴിഞ്ഞപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻറ്റ് മമ്മൂട്ടിയുടെ കൂടെ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ ജോർജ് ത്രൂ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുകയും ഡോക്ടർ നീരജും ഗൗതം വാസുദേവ് മേനോനും കൂടി ഈ കഥ പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഡോക്ടർ നീരജിന് മമ്മൂട്ടി ഈ കഥാപാത്രം ചെയ്താൽ ശരിയാകുമോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഗൗതം വാസുദേവ് മേനോൻ ആദ്യം തൊട്ട് തന്നെ മമ്മൂട്ടി ഈ കഥാപാത്രം ചെയ്താൽ നന്നാവുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു. പക്ഷേ കഥ പറഞ്ഞു വന്നപ്പോൾ മമ്മൂട്ടീൻ്റെ അടുത്ത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ് എന്ന് പറയരുത് കഥ പറയുന്നതിന് മുന്നേ എന്ന് GVM ഡോക്ടർ നീരജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇൻവെസ്റ്റിഗേഷൻ പടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നടക്കൂല എന്ന വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. മമ്മൂട്ടി കഥ പറയുന്നതിന് മുന്നേ എന്താണ് സിനിമയുടെ ത്രെഡ് അല്ലെങ്കിൽ വൺ ലൈൻ അല്ലെങ്കിൽ തീം എന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ ജോണർ എന്നൊക്കെ പറയുന്ന പോലെ ചോദിച്ചപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടി അവിടെ നോ പറഞ്ഞു. നോ, ഇൻവെസ്റ്റിഗേഷൻ പടമാണെങ്കിൽ താല്പര്യമില്ല, മറ്റെന്തെങ്കിലും കഥയായിട്ട് വാന്ന് പറഞ്ഞു. അത് അവിടെ തീരേണ്ടതായിരുന്നു ഡൊമിനിക്കിൻ്റെ കഥ. അപ്പോൾ GVMൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് GVM ജസ്റ്റ് ഒന്ന് കഥ കേൾക്കൂ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചോ, മുഴുവനായിട്ട് കഥ പോകുന്ന രീതിയും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഒന്ന് കേൾക്കൂ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വേറെ കഥയായിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി നിർബന്ധിതനാവുകയും കഥ കേൾക്കുകയും ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടി, ഇതൊക്കെ ഇൻ്റർവ്യൂവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്, നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, കണ്ടില്ലെങ്കിൽ തുറന്നു കേൾക്കുക. കഥ കേട്ട് വന്നപ്പോൾ മമ്മൂട്ടിക്ക് ഇൻട്രസ്റ്റഡ് ആവുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനം ആ കഥ പറഞ്ഞു കേട്ടപ്പോഴേക്കും ഇൻവെസ്റ്റിഗേഷൻ പടം വേണ്ട എന്ന് മമ്മൂട്ടി പറയാനുണ്ടായ കാരണം, ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റർ റോളും ഏറ്റവും കൂടുതൽ ചെയ്തൊരു നടനാണ് മമ്മൂട്ടി. കമ്പനിൻ്റെ പ്രൊഡക്ഷനിൽ കണ്ണൂർ സ്ക്വാഡ് അടക്കം, പിന്നെ CBIയുടെ സീരീസിൽ 5ഓളം പടങ്ങൾ, അഭിഭാഷകൻ്റെ ഡയറി, ജാഗ്രത പോലുള്ള, മുൻകാലത്ത് ഉത്തരം, യവനിക പോലുള്ള പടങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റോള് തീരെ വേണ്ട, പോലീസ് വേഷവും ഏറ്റവും കൂടുതൽ ചെയ്ത നടൻ മമ്മൂട്ടി ആയിരിക്കണം, വേണ്ട എന്ന തീരുമാനം. പിന്നെ ഈ അടുത്തായിട്ട് വന്ന രേഖാചിത്രം, കിഷ്കിന്ധാകാന്ഡം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇപ്പോൾ ഓടിക്കൊണ്ടത് പ്രാവിൻകൂടി ഷാപ്പ്, ഇതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളാണ്. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയാൻ കാരണം. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും, ഇതിൽ പോലീസല്ല എക്സ് പോലീസാണെന്നും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കോമഡിയൊക്കെ കേട്ടതുകൊണ്ടായിരിക്കണം. എന്താണെന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അറിയാം. ഞാൻ 22-ാം തീയതിയാണ് ഇത് ചെയ്യുന്നത്, രാത്രി, നാളെയാണ് റിലീസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആവുകയും ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഉടനെ മമ്മൂട്ടി കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുകയും പ്രൊഡക്ഷൻ ഷൂട്ട് തുടങ്ങുകയും 1.5 മാസം കൊണ്ട് ഷൂട്ട് നടക്കുകയും കാസ്റ്റിംഗ് മൊത്തം ഗോകുൽ സുരേഷ് അടക്കം, ഷൈൻ ടോം ചാക്കോ അടക്കം എല്ലാവരെയും, നായിക മാത്രമൊന്നും എക്സെപ്ഷനിൽ മമ്മൂട്ടിയാണ് കാസ്റ്റ് ചെയ്തത്.
ഷൂട്ട് നടന്നു, പടം തുടങ്ങി. ഈ സിനിമ ആരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് ചോദിച്ചാൽ ഗൗതം വാസുദേവ് മേനോനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ, കാരണം ഈ ധ്രുവനക്ഷത്രം എന്നൊരു ഡ്രീം പ്രൊജക്റ്റാണ്. ഒരുപാട് രാജ്യങ്ങളിൽ 5-10 രാജ്യങ്ങളിൽ പോയി ലോക്ക്ഡൗൺ മുമ്പേ ഷൂട്ട് തുടങ്ങി പൂർത്തിയായ പടമാണ്. 6-7 വർഷമായി റിലീസ് നടക്കാണ്ടിരിക്കുകയാണ് ഗൗതം വാസുദേവ് മേനോൻ. മമ്മൂട്ടി ഈ സിനിമയുടെ പോസ്റ്ററിൽ, ക്യാരക്ടർ റിവീൽ പോസ്റ്റർ, ഡൊമിനിക് എന്ന ക്യാരക്ടർ റിവീൽ പോസ്റ്ററിൽ വാച്ച് ധ്രുവനക്ഷത്രം എന്ന് ധ്രുവ എന്നിട്ടൊരു സ്റ്റാർ ഇട്ടിട്ട് കാണാം. മമ്മൂട്ടി അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ധ്രുവനക്ഷത്രം റിലീസായി കാണാൻ വേണ്ടി. കാരണം ഇത്രയും 6 വർഷം ഇദ്ദേഹം ഒരുപാട് നാഷണൽ അവാർഡ് വിന്നിംഗ് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. വാരണമായിരം ബെസ്റ്റ് തമിഴ് ഫിലിമിലുള്ള നാഷണൽ അവാർഡ് കിട്ടിയാണ്. മറ്റൊരു ഫിലിം ആസ് എ പ്രൊഡ്യൂസർ ബെസ്റ്റ് തമിഴ് ഫിലിമിലുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. പിന്നെ മിന്നലെ, വസീകര എന്ന പാട്ടുള്ള മിന്നലെ, അവ എന്നെ തേടി ഇപ്പോൾ അഞ്ചലെ, വാരണമായിരം, വിനയ് താണ്ടി വരുവായ, കമൽഹാസൻ്റെ വലിയ ഫാനാണ് GVM. ഇപ്പം മമ്മൂട്ടിയുടെയും ഫാനാണ്, എന്നെ പോലെ തന്നെ. ഞാനും ഡൈഹാർഡ് കമൽ പ്ലസ് മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി വെറൈറ്റി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ മമ്മൂട്ടി ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും കമലിൻ്റെ കൂടുതൽ പടങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ മമ്മൂട്ടിയിലേക്ക്. അതേപോലെ തന്നെയാണ് ഒരു ഫാൻ ബോയ് ആണ് GVM, കമലിൻ്റെയും മമ്മൂട്ടിയുടെയും. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇത് ഒരുപാട് സിനിമകൾ ഇത്രയും ഹിറ്റ് ക്രിട്ടിക്കൽ അക്ലൈംഡ് സിനിമകളൊക്കെ ചെയ്ത ഒരാളുടെ സിനിമ പെട്ടിയിൽ കിടക്കുക 6 വർഷമായിട്ടെന്ന് പറയുമ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൂടിയായിരിക്കണം ഈ സിനിമ ചെയ്തിട്ടുണ്ടാവുക. കഥയും നല്ല തന്നെയായിരിക്കാം. അപ്പോൾ GVM പറയുന്നുണ്ട് ഇതിൻ്റെ 5, 6, 7, 8 ഭാഗങ്ങൾ ഞാൻ ചെയ്യും. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പോലെ ഷെർലക് ഹോംസ് സീരീസിൻ്റെ കഥകൾ അങ്ങനെയാണ്. ഷെർലക് ഹോംസ് ആൻഡ് ദ ക്യൂരിയസ് കാറ്റ്, ഷെർലക് ഹോംസ് ആൻഡ് ദ മിസ്സിംഗ് ലിങ്ക്, ഷെർലക് ഹോംസ് ആൻഡ് ദ സിൽവർ ബട്ടൺ എന്നൊക്കെ പറയുന്ന പോലെ ഡൊമിനിക് ആൻഡ് ദ സോ ആൻഡ് സോ സംതിങ് എന്ന് പറഞ്ഞ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നൊക്കെ റിലീസിന് മുന്നേ GVM വളരെ ഇമോഷണൽ ആൻഡ് ഇതായിട്ട് പറയുമ്പോൾ മമ്മൂട്ടി പറയുന്നത് പടം വരട്ടെ, ജനങ്ങളെങ്ങനെ സ്വീകരിക്കുന്നു നോക്കട്ടെ, എന്നിട്ട് നോക്കാമെന്നൊക്കെയാണ്. ഞാൻ തൻ്റെ ആദ്യത്തെ സിനിമ പോലെ ഞാനിതിനെ ട്രീറ്റ് ചെയ്തു, ഡെബ്യൂ ഫിലിം പോലെ ഞാനിതിനെ ട്രീറ്റ് ചെയ്തു എന്നൊക്കെയും GVM പറയുന്നുണ്ട്. എന്തായാലും ഗൗതം വാസുദേവ് മേനോൻ്റെ GVMൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിമാണ്. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ പടമാണ്. മമ്മൂട്ടിനെ സംബന്ധിച്ചോളം നിർണായകം. കാരണം ചെയ്ത എല്ലാ 5 പടങ്ങളും കമ്പനിയുടെ അത് വിജയമായി എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രഷറാണ്. ജനങ്ങൾക്ക് കാണിയൊക്കെ അതൊരു വലിയ വിശ്വാസമാണ്. അത് ഒരു സിനിമ ഇപ്പോൾ ഈ സിനിമക്ക് തീരെ ഹൈപ്പില്ല, തീരെ പ്രൊമോഷൻ ഇല്ല. ഇവിടെ കണ്ണൂരൊന്നും പോസ്റ്റർ പോലും ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. രാവിലെ അമ്പോണിൻ്റെ ഷോ ഇല്ല, പൈന്തരൻ്റെ ഷോ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കണ്ണൂർ സ്കോഡും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫുള്ളാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ എല്ലാ പടങ്ങളും വിജയിക്കുക എന്ന് പറയുമ്പോൾ 5 പടങ്ങൾ വിജയിപ്പിക്കുക, 6ാമത്തെ പടം വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഹേറ്റേഴ്സിന് വലിയ സന്തോഷമുള്ള കാര്യവും ഫാൻസിന് ഏറെ ദുഃഖമുള്ള കാര്യമായിരിക്കും. എന്നാൽ വിജയിച്ചാൽ അത് ഫാൻസിന് കൊണ്ടാടുന്നൊരു സംഭവമായിരിക്കും. അതെന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും സിനിമയിൽ ക്ലൈമാക്സിൽ എന്തോ കാര്യമായ സംഗതി ഉണ്ടെന്ന് തോന്നുന്നു. സംഭവം ട്വിസ്റ്റോ കാര്യമോ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഡോക്ടർ നീരജ് എന്ന ഡോക്ടറും പിന്നെ GVM മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളും മാറ്റിയാലോ മറിച്ചാലോ എന്നൊക്കെ നടന്നത് ക്ലൈമാക്സിനെ ചൊല്ലിയായിരുന്നു എന്ന് കേട്ടു. ഫൈനലി GVMൻ്റെ സംഭവത്തിലേക്ക് തന്നെ എല്ലാവരും വന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ക്ലൈമാക്സിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. പാട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഔട്ടായത്. പിന്നെ പ്രൊമോഷൻ കാര്യമായിട്ട് ഇല്ലെങ്കിലും അതിൻ്റെ വന്നിട്ടുള്ള ടീസർ തൊട്ട് തന്നെ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ട്രെയിലറിനേക്കാളും ടീസറാണ് എനിക്കിഷ്ടമായത്. പിന്നെ പോസ്റ്റർ മറ്റു കാര്യങ്ങളൊക്കെ സിമ്പിൾ ആൻഡ് സ്വീറ്റ്, വളരെ ചെറിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസം ഹൗസ്ഫുള്ളായിട്ട് ഓടിയാൽ സക്സസ് ആവുമായിരിക്കും. അപ്പോൾ GVMനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഗോകുൽ സുരേഷ് ഒരു അപ്കമിങ് ആക്ടറാണ്. ഗോകുൽ സുരേഷിനും അങ്ങനെ തന്നെ. ഡോക്ടർ നീരജ് ABCDയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അപ്പോൾ ഇത് ഹിറ്റാവുകയാണെങ്കിൽ അവരുടെ പേര് കൂടുതൽ അറിയപ്പെടും. ഡോക്ടർ നീരജ്, ഡോക്ടർ സൂരജിൻ്റെത്, ബോബി സഞ്ജയ് എന്നൊക്കെ പറയുന്നത് അവരും ബ്രദേഴ്സാണ്. അപ്പോൾ ഇനി എന്തായാലും സിനിമേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് റിവ്യൂ ആയിട്ട് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം വരാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം.